നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന സംഭവം. അവകാശത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ, യുവാക്കൾ തെരുവിലിറങ്ങിയപ്പോൾ വർഗീയ ശക്തികളുടെ അടിവേരിളക്കുന്ന സമരമായത് മാറി. നമ്മൾ മനസ്സിലാക്കണം, ഒരു നാട്ടിലെ ചെറുപ്പക്കാർ, യുവാക്കൾ നന്നായി കഴിഞ്ഞാൽ ആ നാട് മുഴുവനും നന്നായി എന്നാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ യുവത്വത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം 3 ഘട്ടങ്ങളായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതിൽ 2 ഘട്ടങ്ങളിലും മനുഷ്യൻ ദുർബലനാണ്. ഒന്ന്, ഉമ്മയുടെ ഉദരത്തിൽ നിന്നും നമ്മൾ പിറന്നു വീഴുന്ന ആ സമയം, നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയം. ആ സമയത്ത് നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സമയമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് നമുക്ക് ഭക്ഷണങ്ങൾ തരുന്നത്. ആ സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ നമ്മൾ പര്യാപ്തരല്ല. നമുക്ക് ഭക്ഷണം, അതുപോലെ നമ്മുടെ വസ്ത്രം എല്ലാം നമുക്ക് ധരിപ്പിക്കുകയും കുടിപ്പിക്കുകയും ഉറക്കുകയും മൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. 2ാമത്തെ ഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ നമ്മൾ സ്വന്തമായിട്ട് പ്രാപ്തരാവുകയും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയും നമുക്ക് കരുത്തുള്ള സമയമാണത്. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വാർദ്ധക്യമാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ വീണ്ടും നമ്മൾ ദുർബലരായിട്ട് മാറുകയാണ്. ആദ്യം ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ ദുർബലരാണ്. പിന്നെ യുവത്വകാലം നമുക്ക് നല്ല ആവേശമുള്ള, നമുക്ക് നല്ല ആരോഗ്യമുള്ള കാലമാക്കി അല്ലാഹ് മാറ്റുകയാണ്. 3ാമത് വീണ്ടും നമ്മളെ ദുർബലരാക്കി റബ്ബ് മാറ്റുകയാണ്. വാർദ്ധക്യമാകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രോമങ്ങളൊക്കെ നരച്ചുകൊണ്ട് ചെറുപ്പകാലത്തോടി നടന്നതുപോലെ നമുക്ക് വാർദ്ധക്യത്തെ ഓടിടക്കാൻ പറ്റുമോ? പല ആൾക്കാരും പ്രായം ചെന്നവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പറ്റുമോ? നമുക്ക് ഓടിടക്കാൻ പറ്റുമോ? പറ്റൂല, ഒരിക്കലും പറ്റൂല. നമ്മുടെ ശരീരത്തിന്റെ ആഫിയത്ത് കുറഞ്ഞു പോവുകയാണ്. പലരും രോഗികളായിട്ട് പള്ളികളിൽ പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലുണ്ട്. പടച്ചോ നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ ആൾക്കാർ മരണപ്പെട്ടു പോയി. യുവത്വകാലത്ത് നമ്മൾ ഓടി നടന്നതുപോലെ, നമ്മൾ അമലുകൾ ചെയ്തതുപോലെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാർദ്ധക്യമാകുമ്പോൾ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പൊ നമുക്ക് ആഫിയത്ത്, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലേ, അപ്പൊ നമുക്ക് വാടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് അവസാനം പ്രായമൊക്കെ ചെല്ലുമ്പോൾ പള്ളിയിലൊക്കെ പോയി ഭാഗത്തൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മരണപ്പെടാൻ ആരും കരുതണ്ട. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു പക്ഷേ നമുക്ക് ആ സമയത്ത് ആയുസ് ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 3 ഘട്ടങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘട്ടം യുവത്വ കാലഘട്ടമാണ്. ഈ യുവത്വം, അതല്ലേ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, മുത്തുനബി പഠിപ്പിക്കുകയാണ്, യുവത്വം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ച ഒരു മനുഷ്യന് നാളെ അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിന്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറുതെ പറഞ്ഞതല്ല. കാരണം ഒരു മനുഷ്യൻ യുവാവായിരിക്കുമ്പോൾ അവന്റെ രക്തം തിളയ്ക്കുന്ന സമയമാണ്. ഏത് തെറ്റിലേക്കും എടുത്തു ചാടാൻ, ഏത് തെറ്റിലേക്കും വഴുതി വീഴാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള സമയമാണ്. ആ സമയത്ത് അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവന്റെ യുവത്വം ചിലവഴിച്ചു കഴിഞ്ഞാൽ അവനാണ് നാളെ അർശിന്റെ തണലുള്ളതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളെയൊക്കെ ദീനിലേക്ക് അടുപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങൾ നോക്കി, പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന ആൾക്കാർ അല്ലെങ്കിൽ മധ്യവയസ്കരാണ് ഉള്ളത്. ഈ ചെറുപ്പക്കാരെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഈ പള്ളിയിലുള്ളത്. നമ്മൾ നോക്കുക, അവരെപ്പോഴാണ് വരിക, ജുമായ്ക്ക് എപ്പോഴാണ് വരിക? നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, ഏറെ സാധ്യതകളുള്ളവരാണ് അവർ, നന്നാവാൻ ഏറെ സാധ്യതകളുള്ളവരാണ് അവർ. നമ്മുടെ മുമ്പിൽ കിട്ടണമെന്നേ ഉള്ളൂ. ജുമായ്ക്ക് തന്നെ നമ്മൾ നോക്കൂ, ഖുതുബ പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ തീരാറാകുമ്പോൾ ഓടി വന്ന് കയറും, സലാം വീട്ടുമ്പോൾ ചാടി പുറത്തിറങ്ങും. ചെറുപ്പക്കാരുടെ ഒരു ട്രെൻഡ് ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവരോട് നമ്മൾ ഇടപെടുമ്പോൾ മാന്യമായ നിലയിൽ നമ്മൾ ഇടപെടണം. ഒരു ചെറുപ്പക്കാരന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് തിരുത്തി കൊടുക്കേണ്ടത്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ്, പള്ളിയിൽ ഒരു ചെറുപ്പക്കാരോട് നിസ്കരിക്കാൻ വരികയാണ്. നിസ്കരിക്കാൻ വരുമ്പോൾ അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, പ്രായം ചെന്നവരെ രീതി എങ്ങനെയാണ്? പബ്ലിക്കായിട്ട് ആൾക്കാരെ മുമ്പിൽ വെച്ച് വഷളാക്കുന്ന ഒരു പരിപാടി, അത് പാടില്ല. ഒന്നാമത് ഈ ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂ ജനറേഷൻ ഉപദേശങ്ങൾ ഇഷ്ടമല്ല. ഉപദേശങ്ങൾ അവർക്ക് ഇഷ്ടമല്ല. അവർ ഉപദേശിക്കാൻ ചെല്ലുന്നവരെ അവർ തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും. ആ രീതിയാണ്. ഉപദേശങ്ങൾ അവർ ഇഷ്ടമല്ല, ഉൾക്കൊള്ളൂല. നമ്മൾ മാന്യമായ നിലയിൽ എന്ത് ചെയ്യുക? മാന്യമായ നിലയിൽ അവരോട് പ്രതികരിക്കുക, പറഞ്ഞു കൊടുക്കുക, സ്നേഹത്തിന്റെ ഭാഷയിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. അങ്ങനല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി? അങ്ങനല്ലേ? നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ എന്നൊരു അധ്യായം കാണാം. നമുക്കൊക്കെ അറിയാവുന്ന അധ്യായമാണ് സൂറത്തുൽ ലുഖ്മാൻ. ആ ലുഖ്മാൻ എന്ന അധ്യായത്തിൽ മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എത്രയോ മനുഷ്യർ, എത്രയോ ആൾക്കാർ അവരുടെ മക്കൾക്കൊക്കെ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം മാത്രം പരിശുദ്ധ ഖുർആൻ എടുത്തിവിടെ ചർച്ച ചെയ്യുന്നത്? അതിന്റെ പിന്നിൽ കാരണമുണ്ട്. ഒന്നാമത്, മഹാനായ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കാം, ഒരിക്കൽ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട രോഗിയായ ഒരു മനുഷ്യൻ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അടുക്കൽ വന്നിട്ട് പറയാണ്,
എനിക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഒരല്പം പൈസ തരണം, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് പണം തരണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പോക്കറ്റിൽ കൈയിട്ട് നോക്കുന്നു, കയ്യിൽ പൈസയൊന്നുമില്ല. ഉടനെ മഹാനവറുകൾ പറയാണ്, എന്നെ നിങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുക. പഴയ കാലഘട്ടത്തിൽ അടിമത്തം നിലനിൽക്കുന്ന കാലഘട്ടമാണ്, അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. മഹാനവറുകൾ പറയാണ്, എന്നെ നിങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുക. നോക്കൂ, അങ്ങനെ മഹാനവറുകളെ കൊണ്ടുപോയി കച്ചവടം നടത്തി. എന്നിട്ട് ആ കച്ചവടത്തിൽ നിന്നും കിട്ടിയ പൈസ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റിന് ആവശ്യമായ പൈസ ഇദ്ദേഹം എടുക്കുകയും ബാക്കി പൈസ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുകയാണ്. ആ അടിമയുടെ കീഴിൽ വർഷങ്ങളോളം മഹാനവറുകൾ ജോലി ചെയ്തു. സ്വന്തമായി പണമൊക്കെ സമ്പാദിച്ച് പ്രാപ്തനായപ്പോഴാണ് വീണ്ടും അടിമത്തത്തിൽ നിന്നും മോചിതനാവുന്നത്. ഈ ഒരു കച്ചവടം അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടു. രണ്ടാമതൊരു കാരണമുണ്ട്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രിയപ്പെട്ട മാതാവുണ്ടായിരുന്നു, വന്ധ്യവയോധികയായ മാതാവ്. ഓരോ ദിവസവും രാവിലെ പ്രഭാതത്തിൽ വീട്ടിൽ നിന്നും പണിക്ക് വേണ്ടി പോകുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയോട് പോയി ചോദിക്കും, ഉമ്മ, ഇന്ന് ഞാൻ പണി കഴിഞ്ഞു വരുമ്പോ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് ഉമ്മ? ഉമ്മ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉമ്മ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അതെല്ലാം വൈകുന്നേരം പണി കഴിഞ്ഞു വരുമ്പോൾ മഹാനവറുകൾ മേടിച്ചു കൊണ്ടു കൊടുക്കും. ഒരു ദിവസം മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിൽ ചെന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഉമ്മ, ഇന്ന് ഞാൻ വരുമ്പോൾ ഉമ്മാക്ക് എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ, ഇന്ന് നീ പണി കഴിഞ്ഞു വരുമ്പോൾ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് എനിക്ക് കൊണ്ടുവരണം മകനെ എന്ന് പറയുകയാണ്. ആ സമയത്ത് മഹാനായ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്തെന്നറിയുമോ? തന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിൽ നിന്നും ഒരു പിടി മണ്ണ് വാരിയെടുത്തിട്ട് ഉമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഉമ്മ, ഈ ദുനിയാവിൽ സ്വർഗത്തിലെ മണ്ണ് കിട്ടാനുണ്ട് എങ്കിൽ ഇത് ഉമ്മയുടെ കാൽ ചുവട്ടിൽ നിന്നും വാരിയ മണ്ണാണുമ്മ, ഇതാണുമ്മ ഈ ദുനിയാവിലെ സ്വർഗത്തിലെ മണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം മാതാപിതാക്കളെ നോക്കിയവർക്കേ, സ്വന്തം മാതാപിതാക്കളുടെ പൊരുത്തമുള്ളവർക്കേ തന്റെ മക്കളെ ഉപദേശിക്കാനുള്ള അവകാശമുള്ളൂ. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം പരിശുദ്ധ ഖുർആൻ എടുത്ത് പരാമർശിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മഹാനവറുകൾ അതിൽ തന്റെ മകനോട് പ്രയോഗിക്കുന്ന പ്രയോഗം യാ ബുനയ്യ, പൊന്നു മകനെ എന്ന് വിളിച്ചിട്ടാണ് പ്രയോഗിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് ഒരാളുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടുകൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവനെ അയ്ബാക്കാതെ, നാണം കെടുത്താതെ, വഷളാക്കാതെ രഹസ്യമായിട്ട് അവനെ വിളിച്ചിട്ട് നമ്മൾ ഉപദേശിക്കണം. നമുക്ക് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണത്. നമുക്ക് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പരസ്യമായിട്ട് ആക്ഷേപിക്കും, മറ്റുള്ളവരോട് പോയിട്ട് പറഞ്ഞു കൊടുക്കും. അത് പാടില്ല. രഹസ്യമായിട്ട് അവന്റെ തെറ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രഹസ്യമായി അവനെ വിളിച്ചുപദേശിക്കുക. അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഈ ഒരു രീതിയാണ് നമ്മൾ ചെറുപ്പക്കാരോട് നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ അവരെടുത്ത് വിളിച്ചിട്ട് നമ്മൾ അവരെ മറ്റുള്ളവരെ ഉപയോഗിച്ച് അവരെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അവരെ ഡാപ്പോടാന്നൊക്കെ വിളിച്ചിട്ട് അവരെടുത്ത് ഒരു മാന്യം അല്ലെങ്കിൽ അവരെ മറ്റ് ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞ് അപമര്യാദയായിട്ട്, ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല, അപമര്യാദയായിട്ട് പെരുമാറി കഴിഞ്ഞാൽ തിരിച്ച് പിള്ളേർ വല്ലതൊക്കെ വിളിച്ച് പറയും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ പള്ളിയുമായിട്ട് എടുക്കാൻ, നമ്മളുമായിട്ടൊക്കെ സഹകരിക്കാൻ, ദീനുമായിട്ടൊക്കെ അടുക്കാൻ കാരണമാകും. നേതൃ രംഗങ്ങളിലേക്കൊക്കെ നമ്മൾ അവരെ കൊണ്ടുവരണം. അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവന്റെ കുറ്റവും കുറവും ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിച്ചു വിടാതെ ഓരോ നേതൃസ്ഥാനങ്ങൾ എല്ലാത്തിനും അവന് ഓരോ കാര്യങ്ങൾ നമ്മൾ അവരെ ഏൽപ്പിച്ചു നോക്കുക. കൃത്യമായിട്ട് അവർ ചെയ്യും. അതാണ് പറഞ്ഞത്, ഒരു നാട്ടിലെ യുവാക്കൾ നന്നായി കഴിഞ്ഞാൽ ആ നാട് മുഴുവനും നന്നായി. ഭാവി തലമുറയുടെ പ്രതീക്ഷകളാണ് അവരെ നമ്മൾ ചേർത്ത് നിർത്തണം.